വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു PSC എക്സാമിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ സ്കോർ നമുക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ആദ്യം എഴുതിയ PSC എക്സാമിൽ എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കായിരുന്നു. ഓക്കെ, 15 മാർക്ക്. ഞാനത് ആ സമയത്ത് നോക്കിയ സമയത്ത് എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കാണ്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജോലി കിട്ടണമെന്ന് ഭയങ്കര അതിയായിട്ടുള്ള ആഗ്രഹത്തോടെ വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 15 മാർക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ വീണ്ടും ഇത് പക്ഷേ വലുതായി പഠിച്ചിട്ടൊന്നും അല്ല കേട്ടോ, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. എനിക്ക് എക്സാം ഏതാണെന്നുള്ളത് എനിക്ക് മറന്നുപോയി. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ മാർക്ക് 15 മാർക്കായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഞാനങ്ങനെ ഒരുപാട് PSC എക്സാംസ് ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, നമ്മളുടെ ഒരു എക്സാം വരുമല്ലോ, നമ്മുടെ PSCയുടെ എക്സാംസ് വരുന്ന സമയത്ത് എന്നെപ്പോലെ തന്നെയായിരിക്കും അല്ലേ, അതായത് എന്നെപ്പോലെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന എക്സാമിൻ്റെ സാലറി, അതുപോലെ തന്നെ ഒഴിവുകൾ, ഇതൊക്കെയായി നോക്കിയിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഞാനും അത് തന്നെയാണ് ചെയ്തത്. വരുന്ന എക്സാമുകളുടെ ഒഴിവ് നോക്കും, അതിൻ്റെ സാലറികൾ നോക്കും, കുറേ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം എക്സാമുകളൊന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് സാലറി വേണം, അതുപോലെ തന്നെ ഒഴിവുകളും വേണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സാംസ് ഒന്നും എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരുപാട് എക്സാമുകളൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് ചോദിക്കണം, എനിക്ക് തോന്നുന്നു ഒരു 5-6 എക്സാമുകൾ ഞാൻ എഴുതിയിട്ടുണ്ടാകും. അത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ. ഈ ഒരു 2 years ആയിട്ട് ഞാൻ അത്രേ എഴുതിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ഒരു കൺസിസ്റ്റൻസിയോട് കൂടി നിന്നിട്ട് പഠിക്കുന്ന ഒരാളല്ല. ഞാൻ പകുതിക്ക് നിർത്തും, പോവും, പിന്നെയും വരും, പിന്നെയും പഠിക്കും. ഈ ഒരു സംഭവം ആയിരുന്നതുകൊണ്ട് തന്നെ ഒന്നിൽ നിർത്തിയിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്താണ് നമുക്കൊരു ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ പല എക്സാമുകളും എനിക്ക് ഭയങ്കര പ്രശ്നമായത്. അപ്പോൾ ഞാൻ പിന്നീട് എനിക്കിങ്ങനെ എൻ്റെ PSCക്ക് പഠിക്കുന്ന ഒരു ബ്രദറാണ് പറഞ്ഞു തന്നത്, ഒരിക്കലും സാലറിയും അതുപോലെ തന്നെ ഒഴിവും നോക്കിയിട്ട് എക്സാം അപ്ലൈ ചെയ്യരുത്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് നല്ല സാലറി വേണം, നല്ല ഒഴിവുള്ള എക്സാമിന് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ, അതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മൾ എലിജിബിൾ ആണ് എന്ന് കാണിക്കുന്ന എല്ലാ എക്സാമും നമ്മൾ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എല്ലാ എക്സാമിനും നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി എക്സാം എഴുതി വരുമ്പോൾ നമുക്ക് എക്സാമിനെ കുറിച്ചൊരു ഒരു ബോധം ഉണ്ടാവും നമുക്ക്. കാരണം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാറുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന ക്വസ്റ്റ്യൻസ്, അതായത് എക്സാമിൽ മാറി വരുന്ന ട്രെൻഡുകൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അല്ലാതെ ഈ LDC അതുപോലെ നമ്മുടെ ഈ എക്സാമുകളൊക്കെ എന്ന് പറയുന്നത് 2 വർഷത്തിലൊരിക്കലും 1 വർഷത്തിലൊരിക്കലും ഒക്കെ വരുന്ന എക്സാമുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് മാത്രം എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇരിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എലിജിബിൾ ആണെന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് എലിജിബിൾ ആണെന്നുള്ള എല്ലാ എക്സാമുകളും കൊടുക്കുക. അപ്പോൾ നമുക്കതൊരു എക്സ്പീരിയൻസ് ആവും അല്ലേ. അതായത് നമുക്കൊരു PSC എക്സാം എഴുതിയിട്ടും അതുപോലെ തന്നെ പുതിയ ചോദ്യങ്ങളെ പരിചയപ്പെട്ടിട്ടും നമുക്കതൊരു എക്സാമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇതാണ്, നമ്മളവിടെ പോയിട്ട് വീണ്ടും വീണ്ടും നമ്മളൊരു എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ പലർക്കും കണ്ടിട്ടുള്ളൊരിതാണ്, നമ്മുടെ ഈ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുന്ന ടൈമിൽ മിസ്റ്റേക്സ് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ ചെയ്താവുന്ന സമയത്ത് ഈ എക്സാമിലെ പേപ്പറിൽ നമ്മുടെ മിസ്റ്റേക്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എനിക്ക് ഒരു തവണ അങ്ങനെ പറ്റിയിട്ടുണ്ട്. കറുപ്പിക്കേണ്ടത് മാറ്റി കറുപ്പിച്ച് അവസാനം എനിക്കത് എഴുതാൻ പറ്റാതായിട്ടുണ്ട്. അപ്പോൾ അത് കുറയാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഞാനത് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ശരിയാണ് എന്നുള്ളത് തോന്നി. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ഇയറിൽ എൻ്റെ ഒഴിവോ അതിൻ്റെ സാലറിയോ ഒന്നും നോക്കാതെ ഞാൻ ഒരു 2-3 എക്സാംസ് ഞാൻ പോയി എഴുതി. അപ്പോൾ എഴുതിയപ്പോൾ എനിക്ക് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാംസിൻ്റെ പാറ്റേൺ മാറുന്നതും ചോദ്യങ്ങൾ മാറുന്നതും പുതിയ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നതും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ പക്ഷേ നമ്മൾ ഒരു എക്സാമിനെ മാത്രം നോക്കിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മളെ എക്സാമിൻ്റെ കാര്യം ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ആയിട്ട് ഇപ്പോൾ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പഠിക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൺസിസ്റ്റൻസി അല്ലേ. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി എന്ന് കഴിഞ്ഞ് വെച്ചാൽ അടുത്ത റിവിഷൻ ആണല്ലേ. റിവിഷൻ, കൺസിസ്റ്റൻസി കഴിഞ്ഞാൽ റിവിഷനാണ്. അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ എക്സാമിന് എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്കായിരുന്നു. കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ നമ്മുടെ റിവിഷനും കൂടെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിച്ചിട്ടേ കൺസിസ്റ്റൻസി എന്ന് എഴുതിയപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിപ്പോയി. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയും കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൺസിസ്റ്റൻസി അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഞാൻ എന്നാണോ ചിട്ടയോടെ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നത്, അതിന് ശേഷമാണ് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ എക്സാമുകൾ കുറേ എഴുതാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു അക്കാദമി ഇടുന്ന മോക്ക് ടെസ്റ്റ് അല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് ലേറ്റസ്റ്റ്
ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളുമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഒരു ദിവസം ഒരെണ്ണം വെച്ച് ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കെന്താണ് ഈ 15 മാർക്കിൽ നിന്നും എനിക്ക് ഈ മോക്ക് ടെസ്റ്റ്, ഈ റിവിഷൻ, ഈ കൺസിസ്റ്റൻസി ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാലെങ്കിലും എൻ്റെ മാർക്ക് 15-ൽ നിന്നും ഒരു 30-ലോട്ടോ 40-ലോട്ടോ എത്തുമല്ലോ എന്നുള്ളൊരു ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കറക്റ്റായി കൊണ്ടുവന്നു, പഠിച്ചു. കറക്റ്റായി കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ പ്രിലിംസിന് ഞാൻ സ്കോർ ചെയ്തത് 70+ മാർക്കാണ്. ഓക്കെ, 70 എബോവ് മാർക്കാണ് ഞാൻ സ്കോർ ചെയ്തത്. അപ്പോൾ ഈ എക്സാമിൽ ഫസ്റ്റ് എക്സാമിൽ 15-ൽ നിന്നും ഞാൻ 70-ലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ളൊരു വേ അല്ല. ഞാൻ നല്ല രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കൺസിസ്റ്റൻസി, റിവിഷൻ, മോക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം ഉപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെഡിക്കേഷനാണ് കേട്ടോ. ഡെഡിക്കേഷനാണ് ഇതിനെല്ലാം ഉപരിയായിട്ട് വേണ്ടത്. കാരണം എന്താണ്? ഡെഡിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു എക്സാം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള നമ്മുടെ എല്ലാം നമ്മൾ ആ എക്സാമിന് വേണ്ടി നമ്മൾ അർപ്പിച്ചിട്ട് പഠിക്കാനായിട്ട് നമ്മൾ നോക്കണം. അല്ലാതെ ചുമ്മാ നമ്മൾ ഈ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ ഇടയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാത്തിനും ടെൻഷനാണ് ചേച്ചി, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ഞാൻ പറയണത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ടെൻഷൻ കൊണ്ട് നമ്മളൊന്നും നേടില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ടെൻഷൻ മാറ്റി വെച്ച് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുന്ന സമയത്ത് ഇതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ. അപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്. ഒരു പെൺകുട്ടിക്ക് ഒരു ഏജ് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടും അല്ലേ. ഒരു 25 എബോ എന്നൊക്കെ പറയുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി കൂടും, ഫാമിലി ആവും, കുട്ടികളാവും. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് പോയി പഠിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഇഷ്യൂസ് വരും. അതുപോലെ തന്നെയാണ് ആൺകുട്ടികൾക്കും അല്ലേ. ഒരു 10-23 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും വീട്ടിൽ നിന്നും പ്രഷർ തുടങ്ങും. കാരണം ജോലിയായില്ലേ, സാലറി ഇല്ല, ആ ഒരു സംഭവത്തിൽ നിങ്ങൾക്കും പ്രഷർ തുടങ്ങും. അപ്പോൾ അതെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് അതൊക്കെ വരേണ്ടടുത്ത് വെച്ച് കാണാം, നമുക്ക് അത്രയേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഒരു മൈൻഡ് അങ്ങനെയാണ് കേട്ടോ. കാരണം ചെയ്യേണ്ടത് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. അല്ലാതെ വെറുതെ നമ്മൾ ദൈവത്തിനെ വിളിച്ചിട്ട് എല്ലാം ദൈവം നോക്കിക്കോളുന്നൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണോ അത് കറക്റ്റായി നമ്മൾ ചെയ്യുക അല്ലേ. നിങ്ങളൊരു ദൈവവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി, താൻ പാതി ദൈവം പാതി അല്ലേ. നമ്മൾ ചെയ്യേണ്ട പാതി നമ്മൾ ചെയ്യുക, ബാക്കി ദൈവത്തിൻ്റെ പാതി ദൈവം ചെയ്തോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ ടെൻഷനും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഉണ്ടാവും ഈ ടെൻഷനും കാര്യങ്ങളെന്നൊക്കെ. പക്ഷേ അതിനൊരു പരിധിക്കപ്പുറം അതിനെ വളർത്താതിരിക്കുക. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക, റിവിഷനും എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്താണ് നമ്മൾ പഠിക്കുന്നതെന്നുള്ളത് ഒരു വ്യക്തത നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എങ്ങനെയാണ് പഠിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതായത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി, റിവിഷൻ, മോക്ക് ടെസ്റ്റ്. ഓക്കെ, ഈ 3 കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ബെറ്റർ ആവും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെയാണ് കറക്റ്റായിട്ടുള്ളൊരു ടൈം ടേബിൾ. ഓക്കെ, ഒരു കറക്റ്റ് ടൈം ടേബിൾ ഇടാനായിട്ട് നിങ്ങൾ എപ്പോഴും നോക്കുക. കാരണം ടൈം ടേബിൾ ഇട്ടാൽ മാത്രം പോരാ, അത് ഫോളോ ചെയ്യാനും കൂടെ നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഒരു ടൈം ടേബിൾ ഇട്ടിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു ബുക്ക്, ഞാനിത് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഈ ബുക്സ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ. LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണെന്ന് വിചാരിക്കേണ്ട. ഇത് ക്വസ്റ്റ്യൻസിൽ വന്നിട്ട് എല്ലാം വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിയുന്ന സമയത്ത് നമുക്കതിൻ്റെ 4 ഓപ്ഷനുമുള്ള ഉത്തരത്തിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ബുക്കാണ് കേട്ടോ. നമ്മുടെ ഒരു മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്കിത് നല്ലൊരു ബുക്കാണ്. ഓക്കെ, ഇത് ഞാൻ മുൻപുള്ളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ 2024 കഴിഞ്ഞിട്ടുള്ള എക്സാംസിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. ഞാനതുണ്ടോ ഇത്രയും സംഭവം ഞാൻ പ്രിൻ്റ് എടുത്താണ്. അപ്പോൾ എന്നോട് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് എത്ര രൂപയാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ പ്രിൻ്റ് എടുക്കുന്നത് ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തുമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ
നമുക്ക് നഷ്ടമാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് ഇതിനെ ബുക്ക്ലെറ്റ് ആക്കിയിട്ട് അവരുടെ അടുത്ത് പ്രിൻ്റ് എടുത്ത് തരാനായിട്ട് പറയണം. അപ്പോൾ നമ്മൾ ഈ കോളേജിലൊക്കെ നമ്മൾ ഈ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ PSCക്ക് വരുന്ന ഒരാൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ എത്രത്തോളം പൈസ ലാഭിച്ച് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് കണ്ടില്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പുറത്ത്, അതുപോലെ ഇതുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത്, അപ്പോൾ നമുക്ക് ഒരു പേപ്പറിൽ തന്നെ നമുക്ക് 4 ഇതായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഇതറിയാതെ പോയി പ്രിൻറ്റ് ചെയ്തിട്ട് എനിക്ക് അറൗണ്ട് ഒരു 700 റുപ്പീസ് എന്തോ ആയി. കാരണം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിൽ 10-40ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് 2024 കഴിഞ്ഞത്, മുഴുവനും ഇല്ല, എന്നാലും 10-40ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ ഞാനിത് ചെയ്ത സമയത്ത് എനിക്കിത് ഭയങ്കര നഷ്ടമായിരുന്നു. അപ്പോൾ പിന്നീട് അവിടുത്തെ ചേച്ചി തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ബുക്ക്ലെറ്റ് ആയിട്ട് ചെയ്താൽ മതി, അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് പൈസ കുറച്ചുകൂടെ ലാഭിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് അറൗണ്ട് ഒരു 250 റുപ്പീസ് എന്തോ ആയിട്ടുള്ളൂ, 250-300 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുത്ത് പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇതുപോലെ ബുക്ക്ലെറ്റായിട്ട് എടുത്തിട്ട് ചെയ്യുക, അല്ലാതെ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് എടുത്തിട്ട് ചെയ്യാതെ ഇതുപോലെ ഒരൊറ്റ ബുക്ക്ലെറ്റായിട്ട് എടുത്തിട്ട് കണ്ടോ ഇതുപോലൊരു നൂല് അങ്ങോട്ട് കെട്ടിക്കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മറിച്ച് ഈസി ആയിട്ട് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈസി ആയിരിക്കും. എൻ്റെ ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഞാനിത് ചുമ്മാ ഒരു റിവിഷന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തതാണ്. ഇതിപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരുപാട് നാളൊന്നും വേണ്ടി വന്നിട്ടില്ല, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാനത് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് എടുത്തിട്ട് കുറച്ചായി, പക്ഷെ പിന്നീട് അത് ഒരു ബ്രേക്ക് വന്നപ്പോൾ അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഞാൻ പോയതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ ഓൾറെഡി മാർക്ക് ചെയ്ത് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എടുത്തതാണ്. പറഞ്ഞതുപോലെ തന്നെ 2024-ലെയാണ് കേട്ടോ, അത് 2024 നടന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ എനിക്ക് ഇനിയും പ്രിൻ്റ് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ഇനി അത് വേണം എടുത്തിട്ട് വേണം ഇനി അടുത്തത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചോദിക്കുന്ന പാറ്റേൺ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് നമുക്ക് പറ്റും. കണ്ടോ, അതുപോലെ ഞാൻ ഈ കറണ്ട് അഫയേഴ്സൊക്കെ ഇങ്ങനെ ഓരോ റൗണ്ട് ഇട്ട് കൊടുക്കും. കാരണം പഠിക്കുന്ന സമയത്ത് ഈ 2023-ലും ഇതൊക്കെ തന്നെ ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത വർഷം ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റൗണ്ട് ഇട്ട് കൊടുത്തിട്ടൊക്കെ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മാറി വരുന്ന ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് മാറി വരുന്നത്, ഓരോരോ പുതിയ പരീക്ഷ കഴിയുമ്പോഴും എങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടും. ഇതാണ്ടോ ഞാനിവിടെ 59 ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇതൊക്കെ കറണ്ട് അഫെയർ ആണ്. അപ്പോൾ ഈ കറണ്ട് അഫെയർസ് വരുന്ന സമയത്ത് മാക്സിമം റൗണ്ട് ഇട്ട് വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇതാണ്ടോ ഇതൊക്കെ കറണ്ട് അഫെയർസ് ആണ്. ഇതിലേക്ക് ഏതൊക്കെയോ LDCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇതിന്ന് അങ്ങനെ അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. കാരണം പ്രിൻ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു, ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കണ്ടേ. കാരണം നമ്മുടെ ഓൾറെഡി റാങ്ക് ഫയലുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇതിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ആപ്പിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പൈസ പുറമേ നമുക്ക് നോട്ട്സ് വേണം, നമ്മൾ ഒരുപാടൊന്നും ചിലവില്ലെങ്കിലും എന്നാലും അത്യാവശ്യം ചിലവൊക്കെ ഉണ്ടല്ലോ നമുക്കും. അപ്പോൾ എനിക്ക് ഇതിന് പുറമെ ഈ പ്രിൻ്റ് എടുത്ത് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആദ്യമൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ കുറേ നോട്ട്സ് എഴുതി പഠിക്കാൻ നോക്കി. പക്ഷേ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ എത്രത്തോളം എഴുതിയെടുത്ത് പഠിച്ചിട്ടും കാര്യമില്ല. കാരണം ഇത് തീരില്ല, ഇതിങ്ങനെ മല പോലെ കിടക്കുന്നൊരു ഇതാണല്ലേ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ തന്നെ എത്ര PSC എക്സാംസ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പഠിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എടുത്തു കഴിഞ്ഞത് പഠിച്ച് പല എക്സാമുകൾക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റാണ്, അത് വേർത്താണ് എന്നുള്ളൊരു ഇതെനിക്ക് വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ പ്രിൻ്റ് എടുത്ത് പഠിക്കുക എന്നുള്ളത്. മന്ത്ലി വൺസ് നിങ്ങൾ എടുത്താൽ മതി. അതായത് ഇതിപ്പോൾ തീർക്കാൻ എന്തായാലും നമുക്ക് കുറച്ചൊരു സമയം വേണ്ടി വരും. സമയം മീൻസ് ഡെയിലി 1 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിലും പിന്നെ ഒരു മാസം നമ്മളിങ്ങനെ റിവിഷൻ, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ 45+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ റിവിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിലും നമുക്ക് ഒരു മാസത്തോളം ഇത് എത്തും. അപ്പോൾ മന്ത്ലി വൺസ് ഇതുപോലെ ഒന്ന് അപ്പോൾ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അതൊന്ന് എടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ടെലിഗ്രാമിൽ നിന്നാണ്. ടെലിഗ്രാമിൽ നമ്മുടെ ഒരുപാട് പേജുകളുണ്ടല്ലേ, നമ്മുടെ ഈ ലക്ഷ്യ ടാലൻറ്റ് മാത്രമല്ലാതെ ഒരുപാട് നല്ല നല്ല പേജുകളുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എടുക്കുന്നത്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് കഫേയിൽ പോയി അവരുടെ ഇമെയിലിൽ അയച്ചു കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് പ്രിൻ്റ് എടുത്തിട്ട് തരും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ്.
ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് റാങ്ക് ഫയലാണ് യൂസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസ് ആൻഡ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2024 എഡിഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു റാങ്ക് ഫയൽ വേണോ, ഇത് ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. ഞാൻ പറയുകയാണെങ്കിൽ നിർബന്ധം ഇല്ല, വേണമെന്ന് നിർബന്ധം ഇല്ല. പക്ഷേ ഒരെണ്ണം ഉള്ളത് നല്ലതാണ്. കാരണം ഇപ്പം ഞാൻ കുറേ പേര് പറയുന്നുണ്ട് NCERT SCERT മാത്രം പഠിച്ചാൽ പോരെ, വേറെ എന്തെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരിക്കലും നോക്കരുത്. കാരണം NCERT SCERT മാത്രമല്ല, പുറത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. പുറത്തുനിന്ന് മീൻസ് ഔട്ട് ഓഫ് സിലബസ് അല്ല, എന്നാലും NCERT SCERTക്ക് അപ്പുറവും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുമാത്രം പഠിച്ചിട്ട് പോയിരിക്കുക എന്നൊന്നും പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. റാങ്ക് ഫയൽ ഇല്ലാതാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാത്തിനും നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ NCERT SCERT അല്ലാതെ അതിലില്ല നമ്മുടെ ഒരു LDCയുടെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ LDCയുടെ സിലബസിലുള്ള ഒരുപാട് കാര്യങ്ങൾ NCERT SCERTയിൽ ഉണ്ടാവും. അപ്പോൾ അതിലില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുറമേ നോക്കി പോകേണ്ടി വരും. അപ്പോൾ പുറമേ നോക്കി പോകേണ്ടി വരുന്ന സമയത്ത് നമുക്ക് നോട്ട്സ് എഴുതിയിട്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് പോവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു റാങ്ക് ഫയൽ ഉള്ളത് നമുക്ക് നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഒന്ന് മേടിച്ചത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ ഇപ്പോൾ ഈ ലക്ഷ്യയുടെ ഒരു റാങ്ക് ഫയലുണ്ട്. പിന്നെ അതാണ്ടോ LDCയുടെ ഞാൻ ഈ മുൻവർഷ ചോദ്യങ്ങളുടെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ ഈ SCERTയുടെയൊക്കെ ഒരു ചെറിയൊരു സംഭവമായിട്ട് അത് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ കുറച്ച് ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ SCERTയുടെ ബുക്കുകൾ എൻ്റെ കയ്യിലില്ല. NCERTയുടെ വന്നിട്ട് ഞാൻ നമ്മളുടെ ഈ സ്കൂൾ പോകുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. എക്കണോമിക്സ് പൊളിറ്റിക്സ് പോലുള്ള കുറച്ച് കിട്ടിയിട്ടുണ്ട്, ബാക്കി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കമ്പൽസറി ആയിട്ട് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട ആവശ്യമില്ല. പിന്നെ നോട്ട്സ് എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം പോകും, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ SCERTയുടെ ബുക്സ് റാങ്ക് ഫയൽ പോലെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു, എനിക്കറിയില്ല, ഞാൻ മേടിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ മാറി വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം വേണമെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ റാങ്ക് ഫയൽ മേടിക്കാതിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ നോട്ട്സ് എഴുതേണ്ടി വരും. ഇതൊക്കെ നമ്മൾ നോട്ട്സ് എഴുതി പഠിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. പക്ഷെ നമ്മൾ ഇതിലാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ ഞാനന്ന് പറഞ്ഞ പോലെ ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. കാരണം 2012 to 2022 UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ ഇത് കണ്ടല്ലോ, ഇതാ NCERT SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസ്ഡ് ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുഴപ്പമില്ല. അപ്പോൾ ഒരു റാങ്ക് ഫയൽ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം അടയാളപ്പെടുത്തുകയും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന റാങ്ക് ഫയൽ, ലക്ഷ്യയുടെയാണ്. ഓക്കെ, അപ്പോൾ ഏത് എക്സാമിനാണ് ഫോക്കസ് ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ എനിക്ക് നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒന്ന് നല്ല രീതിയിൽ നോക്കണം എന്നുണ്ട്, അറിയില്ല, പഠിക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ എനിക്കത് അത്ര കോൺഫിഡൻസിൻ്റെ ഒരു കുറവുണ്ട്. കാരണം ഒരു ഡിഗ്രി ലെവൽ എക്സാമാണ്, പഴയതുപോലെയല്ല. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. മെയിൻസിന് 2 പേപ്പർ ഉണ്ട്, 200 മാർക്കിനാണ്, പ്ലസ് ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പഠിക്കുന്ന ഒരാളല്ല. ഞാൻ കുറച്ച് പഠിക്കും, പിന്നെ പോകും, പിന്നെ പഠിക്കും, പിന്നെയും വരും, അങ്ങനെ ഒരാളാണ്. അപ്പം ഞാൻ ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും കിട്ടാതാവുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ ആവുമോ, ഡിപ്രഷൻ ആവുമോ എന്നൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ജസ്റ്റ് എഴുതാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു ലെവലിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഞാൻ എഴുതും. പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, പിന്നെ VFA, ബെവ്കോ LD, പിന്നെ നമ്മുടെ ഇപ്പോൾ ഏതോ യൂണിവേഴ്സിറ്റി LGSO അങ്ങനെ ഏതോ ഒരു സംഭവം റദ്ദാക്കിയത് വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഓക്കെ, അപ്പോൾ എന്ത് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് പുതിയ ബുക്സാണ് കേട്ടോ. ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി എടുത്തിട്ടാണ്. ഇതൊന്നും പഠിച്ച് തുടങ്ങിയിട്ടില്ല. ഇത് മേടിച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ, ഒരു 1 month ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റുള്ള വേറെ അതിൻ്റെ വോളിയം 1 ആണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് വോളിയം 2 ആണ് കേട്ടോ. ഇത് വോളിയം 2 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ വോളിയം 2ലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. നമ്മുടെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ വരുന്നത് ഇതിലാണ്. ഓക്കെ, ഇന്നെന്തായാലും കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് കേട്ടോ പഠിക്കാനിരുന്നത്. കാരണം 2-3 ദിവസമായിട്ട് കുറച്ച് ബിസിയാണ്, ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഞാൻ കുറച്ച് സമയം ഞാൻ കണ്ടെത്താറുണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. ഞാൻ കുറച്ച് സമയം ഞാൻ എന്തായാലും ഒരു 1 hour ഡെയിലി ഞാൻ കണ്ടെത്താറുണ്ട്. കാരണം അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈവനിങ് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് പേര് VFAയുടെ നോട്ടിഫിക്കേഷൻ വന്നു, ബെബ്കോൻ്റെ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 2ൻ്റെയും വന്നിട്ടില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, 2ൻ്റെയും വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് യൂട്യൂബിലൂടെയൊക്കെ നമുക്കത് അറിയാനായിട്ട് പറ്റും. നിങ്ങളൊരു PSC ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നിങ്ങൾ തന്നെ അറിഞ്ഞോളും. ഓക്കെ, പിന്നെ
മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ മാക്സിമം പറ്റുന്ന ആൾക്കാർ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ റിവിഷനും നമ്മളുടെ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ PSCയിൽ നല്ല റാങ്ക് കിട്ടിയിട്ടുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയും സ്റ്റഡി സ്ട്രാറ്റജിയും കാര്യങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ഒരു അക്കാദമിയുടെ അണ്ടറിൽ വരുന്ന ഒരു മോക്ക് ടെസ്റ്റ് എഴുതാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമുക്ക് ഇഷ്ടം പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അതാവുന്ന സമയത്ത് PSC എന്താണോ ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സാലറിയും ഇതും മാത്രം നോക്കിയിട്ട് എക്സാമുകൾ അപ്ലൈ ചെയ്യാതിരിക്കുക. നിങ്ങൾ എലിജിബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അത് അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങൾക്കത് ഓരോ എക്സാമും നിങ്ങൾക്ക് ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അതിന് ജോലി കിട്ടണം, ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഈ എക്സാമിന് ഞാൻ ജോലി കിട്ടുന്ന എക്സാമിന് മാത്രമേ ഞാൻ എഴുതുള്ളൂ, അങ്ങനെയൊന്നും വാശി പിടിച്ചിരിക്കരുത്. ഈ എക്സാമുകൾ എഴുതുന്നത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ആൻസർ ഷീറ്റിൽ വരുന്ന തെറ്റുകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് PSC പരീക്ഷകൾ എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മൾ ഈ കറുപ്പിക്കുന്നതിലുള്ളത്, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരുപാട് നമുക്ക് ഈ മോക്ക് ടെസ്റ്റുകളും ഈ എക്സാമും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ കാര്യങ്ങളേ പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് ഈ 10th പ്രിലിംസിൻ്റെ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർ വിഷമിക്കേണ്ട. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും തളർന്നു പോവാതിരിക്കുക. അടുത്തത് നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. എക്സാമുകൾ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഒരു LDC മാത്രമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OA ആണെങ്കിലും ലാബ് അസിസ്റ്റൻ്റ് ആണെങ്കിലും അതൊക്കെ തന്നെ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇനിയും ഒരുപാട് അവസരങ്ങളുള്ള ജോലികൾ നമുക്ക് വരാനുണ്ട്. അപ്പോൾ തളരാതെ പഠിക്കുക. ഓക്കെ, അതായത് ഒരു എക്സാം വിളിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു പകുതിയെങ്കിലും നമ്മൾ തീർക്കാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് നമുക്ക് നല്ലൊരു റാങ്ക് സ്വന്തമാക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. കോൺഫിഡൻ്റ് ആയിട്ടും പഠിക്കുന്ന കാര്യം എന്താണെന്നും വ്യക്തമാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അല്ലാതെ വെറുതെ വായിച്ചു വിടാനോ ആരെങ്കിലും കാണിക്കാനും വേണ്ടി പഠിക്കാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഞാൻ എൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തിയത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം.